കർത്താവിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവകൃപയാൽ ഇന്നത്തെ ദിനം സുന്ദരമാവട്ടെ. വിശുദ്ധ നോയമ്പിലെ 2-ാം ഞായറാഴ്ച യേശു കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്നു. വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ച കുഷ്ഠരോഗിയോട് യേശു മനസ്സലിഞ്ഞ് എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. അവൻ്റെ കുഷ്ഠം മാറി. യേശുവിൻ്റെ സ്പർശം ജീവൻ നൽകുന്ന സ്പർശമാണ്. കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് തെരുവിലൂടെ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ് നടന്ന് പാളയത്തിന് പുറത്തു താമസിക്കുന്ന കുഷ്ഠരോഗിയുടെ ജീവിതം മരിച്ചതിന് തുല്യമായിരുന്നു. യേശുവിൻ്റെ സ്പർശം അവന് പുതുജീവൻ നൽകി. ചങ്കിൽ കൈവച്ച് നമുക്കും പ്രാർത്ഥിക്കാം. മരിച്ചതിനു തുല്യം ജീവിച്ച കുഷ്ഠരോഗിയെ ഉയർപ്പിച്ച യേശുവേ, എന്നെയും കൂടി ഒന്ന് ഉയർപ്പിക്കണമേ. കുഷ്ഠരോഗിയായ അവനെ ആരും തൊട്ടിട്ടില്ല. യേശു തൊട്ടപ്പോൾ അവനിലുണ്ടായ മാനസിക സന്തോഷം, തകർന്ന മനസ്സുകളെ സ്വാന്തനിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്പർശം. യേശുവിൻ്റെ സ്പർശം മാറ്റമുണ്ടാക്കും പ്രിയരെ. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വിലാപ്പുറത്ത് തോമാ ശ്ലീഹ കൈ തൊട്ടപ്പോൾ പെട്ടയായിരുന്ന 2 വിരലുകൾ വേർപെട്ടു. നീ രാജത്വം പ്രാപിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരുത്തണമെന്ന ആവശ്യപ്പെട്ട സ്വാർത്ഥനായ യോഹന്നാൻ, ശമരിയക്കാരെ തീയിറക്കി നശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ദേഷ്യക്കാരനായ യോഹന്നാൻ യേശുവിൻ്റെ തിരുമാർവിൽ ചാരിക്കിടന്നതോട് സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനായി മാറി. യേശുവിൻ്റെ സ്പർശം സ്വാതന്ത്ര്യം നൽകുന്ന സ്പർശമാണ്. ദൈവശാപത്തിൻ്റെ ഫലമാണ് കുഷ്ഠരോഗം എന്നാണ് യഹൂദ ചിന്ത. ന്യായപ്രമാണമനുസരിച്ച് കുഷ്ഠരോഗിയെ തൊടുന്നവൻ ശപിക്കപ്പെട്ടവൻ. എലിശ പ്രവാചകൻ കുഷ്ഠരോഗിയായ നയമാൻ്റെ അടുക്കൽ വരാഞ്ഞത് ഈ വിലക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം. കുഷ്ഠരോഗിയെ യേശു തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല എന്ന് മാത്രമല്ല, കുഷ്ഠരോഗി ശുദ്ധനാകുകയും ചെയ്തു. അതെ, യേശു തൊട്ടാൽ എല്ലാം വിശുദ്ധമാകും പ്രിയരെ. ഗലാത്യർ 3:13 ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ടു സഫർ ടുഗദർ എന്നാണ്, ഒരുമിച്ച് സഹിക്കുക. മനുഷ്യൻ്റെ ഭാരങ്ങളെ യേശു ഏറ്റെടുത്തു. യെശയ്യാ പ്രവചനം 53:4 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. കരയുന്നവർക്ക് വേണ്ടി കണ്ണുനീർ വാർത്ത യേശു, മുറിവേറ്റവർക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ യേശു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അടിയേറ്റ ക്രിസ്തു നമ്മെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നത് യേശുവിൻ്റെ വചനമാണ് പ്രിയരെ. യേശുവിൻ്റെ സ്പർശം സൗഖ്യമാക്കുന്ന സ്പർശമാണ്. രോഗത്തിൻ്റെ കാഠിന്യം മൂലം ശാരീരികവും മാനസികവും ആത്മീകവുമായി തകർന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് തന്നെ തന്നെ വെറുത്തു ജീവിച്ച കുഷ്ഠരോഗിക്ക് യേശു സൗഖ്യം നൽകി. ചങ്കിൽ കൈവച്ച് നമുക്കും പറയാം പ്രിയരെ, യേശുവേ, എന്നെയും കൂടി ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. കുഷ്ഠരോഗിക്ക് സെൻസേഷൻ ഇല്ല. ആത്മീയ കുഷ്ഠം ബാധിച്ചവർക്ക് സംവേദനക്ഷമതയില്ല. ഹൃദയം കല്ലുപോലെയാണ്. അനുകമ്പയോ ആർദ്രതയോ മാനസാന്തരവുമില്ലാത്ത ഹൃദയം. യോനാ പ്രവാചകൻ നിനവയിൽ പ്രസംഗിച്ചത് 5 വാക്കുകൾ മാത്രമാണ്. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലമാകും. നിനവയിലെ രാജാവും ജനങ്ങളും അനുതപിച്ചു. ദൈവ ശിക്ഷ
മാറ്റിക്കൊടുത്തു. കല്ലുപോലെയുള്ള ഹൃദയങ്ങൾ മാറ്റി മാംസളമായ ഹൃദയം വെച്ചുപിടിപ്പിക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ദൈവപുത്ര, കല്ലുപോലെയുള്ള ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറ്റി മാംസളമായ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.